തിക്കിലും തിരക്കിലും പെട്ട് ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെട്ട ഭോലെ ബാബ സംഭവം. ആൾ ദൈവം നാരായണൻ സാക്കർ വിശ്വഹരി അല്ലെങ്കിൽ ഭോലെ ബാബ. ഇയാളുടെ അനുഗ്രഹം ലഭിച്ചാൽ രോഗശാന്തി ലഭിക്കുമെന്ന് അയാളുടെ ഭക്തർ വിശ്വസിക്കുന്നു. രോഗങ്ങൾ സുഖപ്പെടുത്തുമെന്നതാണ് അദ്ദേഹത്തിന്റെ പ്രധാന അവകാശവാദം. ഇയാളെ പ്രാർത്ഥിച്ചാൽ രോഗശാന്തി ലഭിക്കുമെന്ന് വിശ്വസിക്കുന്ന അദ്ദേഹത്തിന്റെ അനുയായികൾ ഭോലെ ബാബയെ ദൈവമായി കണക്കാക്കുന്നു. അതുപോലെ ദുരാത്മാക്കളിൽ നിന്ന് മുക്തി നേടിക്കൊടുക്കുകയും ഭക്തരുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റാൻ കഴിയുന്ന മാന്ത്രിക ശക്തികളുള്ള ഒരു ദൈവം. 58 വയസ്സുള്ള ഭോലെ ബാബ യു.പിയിലെ കാസഗഞ്ച് ജില്ലയിലെ ബഹദൂർ നഗർ ഗ്രാമത്തിലെ ദളിത് കുടുംബത്തിൽപ്പെട്ട ആളാണെന്ന് വൃത്തങ്ങൾ പറയുന്നു. ഒരു ദശാബ്ദത്തോളം പോലീസ് സേനയിൽ സേവനമനുഷ്ഠിച്ച ശേഷം ജോലി കിട്ടു. ആഗ്രയിലായിരുന്നു അവസാനത്തെ പോസ്റ്റിംഗ് എന്ന് ഒരു പോലീസ് ഓഫീസർ പറഞ്ഞു. 1990കളിലാണ് ജോലി ഉപേക്ഷിക്കുന്നത്. വിവാഹിതനാണ്, പക്ഷേ കുട്ടികളില്ല. പോലീസ് സേനയിൽ നിന്നും പോയ ശേഷമാണ് ഭോലെ ബാബ എന്ന പേര് സ്വീകരിച്ചത്. അദ്ദേഹത്തിന്റെ ഭാര്യയെ മാതാശ്രീ എന്ന് വിളിക്കുന്നു. ബഹാദൂർ നഗരത്തിലെ സാഫർ അലി ഇങ്ങനെ പറയുന്നു: ബാബയുടെ കുടുംബം നല്ല സാമ്പത്തിക ശേഷിയുള്ളവരാണെന്നും 3 സഹോദരന്മാരിൽ രണ്ടാമനായിരുന്നു അദ്ദേഹമെന്നും അലി പറഞ്ഞു. അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു. കർഷകനായ ഇളയ സഹോദരൻ രാകേഷ് ഇപ്പോഴും കുടുംബത്തോടൊപ്പം ഗ്രാമത്തിൽ താമസിക്കുന്നുവെന്ന് അലി പറഞ്ഞു. ഗ്രാമത്തിലെ തന്റെ ഭൂമിയിലാണ് അദ്ദേഹം ഒരു ആശ്രമം പണിതത്. മറ്റു ജില്ലകളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ആളുകൾ അദ്ദേഹത്തിന്റെ അനുഗ്രഹം തേടി ആശ്രമത്തിലെത്താറുണ്ട്. അവർക്ക് ആശ്രമത്തിൽ താമസ സൗകര്യം ഉണ്ടെന്ന് അലി വ്യക്തമാക്കി. തനിക്കെതിരെ ഗൂഢാലോചനയുണ്ടെന്ന് സംശയിച്ച് 5 വർഷം മുമ്പ് ബാബ ഗ്രാമം വിട്ടുപോയതായും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹം രാജസ്ഥാനിലാണെന്നാണ് കേട്ടത്. കഴിഞ്ഞ വർഷം അദ്ദേഹം ഗ്രാമത്തിൽ തിരിച്ചെത്തുകയും സ്വത്തുക്കൾ ഒരു ട്രസ്റ്റിനെ ഏൽപ്പിക്കുകയും ചെയ്തു. ആശ്രമത്തിന്റെ കാര്യങ്ങൾ മേൽനോട്ടം വഹിക്കുന്ന മാനേജറാണ്, അലി പറയുന്നു. അതേസമയം ഹത്രാസ് അപകടത്തിന്റെ യഥാർത്ഥ കാരണം വ്യക്തമല്ല. ഭോലെ ബാബയുടെ ആത്മീയ പ്രഭാഷണത്തിനു ശേഷം ആളുകൾ പുറത്തേക്ക് ഇറങ്ങുന്നതിനിടെയുണ്ടായ തിക്കിലും തിരക്കിലുമാണ് കൂട്ടമരണം സംഭവിച്ചെന്ന് റിപ്പോർട്ടുകൾ. ആത്മീയ നേതാവിന്റെ വാഹനം കടത്തിവിടാനായി ജനങ്ങളെ തടഞ്ഞു വെച്ചുവെന്നും പുറത്തേക്ക് പോകാൻ ജനങ്ങൾ തിക്കും തിരക്കും കൂട്ടുന്നതിനിടെ അപകടമുണ്ടായെന്നും മറ്റു ചില റിപ്പോർട്ടുകളുണ്ട്. ഹത്രാസിൽ പതിവായി ഭോലെ ബാബെ പ്രഭാഷണങ്ങൾ നടത്തുകയും സത്സംഗങ്ങൾ സംഘടിപ്പിക്കാറുമുണ്ട്. അപകടത്തിന് പിന്നാലെ ഒളിവിൽ പോയ ബാബയ്ക്കായി അന്വേഷണം തുടരുകയാണ്. ഒരിക്കൽ 2000-ൽ ആഗ്രയിൽ വെച്ച് 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ മൃതദേഹം അവളുടെ കുടുംബത്തിൽ നിന്ന് ബലമായി പിടിച്ചു കൊണ്ടുപോവുകയും തന്റെ മന്ത്രശക്തിയാൽ അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുമെന്ന് അവകാശവാദം ഉന്നയിച്ച് മാന്ത്രിക പൂജകൾ ചെയ്തതിന് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥനായ തേജൂർ സിംഗ് 2000 മാർച്ചിൽ ഭോലെ ബാബയുടെ അറസ്റ്റിനെ കുറിച്ച് പറയുന്നത്: സൂരജ് പാലും 200-250 ആളുകളും 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ മൃതദേഹം കൊണ്ടുവന്ന ശ്മശാന ഗ്രൗണ്ടിലെത്തി. അന്ത്യകർമ്മങ്ങൾ നടത്തുന്നതിൽ നിന്ന് കുടുംബത്തെ തടഞ്ഞു. തനിക്ക് അവളെ പുനരുജ്ജീവിപ്പിക്കാൻ കഴിയുമെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. പോലീസ് സ്റ്റേഷൻ രേഖകൾ പ്രകാരം സ്നേഹലത എന്ന പെൺകുട്ടി പ്രദേശവാസിയുടെ മകളായിരുന്നു. പ്രതികൾ നിർബന്ധിച്ച് മൃതദേഹം കുടുംബത്തിൽ നിന്ന് ഏറ്റുവാങ്ങിയായിരുന്നുവെന്ന് സിംഗ് പറഞ്ഞു. ഇതിനിടെ പോലീസിന് വിവരമറിയിച്ചു. ഞങ്ങൾ സ്ഥലത്തെത്തിയപ്പോൾ സൂരജ് പാലും അദ്ദേഹത്തിന്റെ അനുയായികളും ഞങ്ങളോട് തർക്കിച്ചു. തനിക്ക് പെൺകുട്ടിയെ വീർപ്പിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. തുടർന്ന് അദ്ദേഹത്തിന്റെ അനുയായികൾ പോലീസ് സംഘത്തിന് നേരെ കല്ലെറിയാൻ തുടങ്ങി. കൂടുതൽ പോലീസുകാരെ വിളിച്ചു വരുത്തി സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കി സൂരജ് പാലിനെയും അതിൽ ഉൾപ്പെട്ട മറ്റുള്ളവരെയും ഞങ്ങൾ അറസ്റ്റ് ചെയ്തു. 2019-ൽ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടായി വിരമിച്ച സിംഗ് പറഞ്ഞു. 2000 മാർച്ച് 18-നാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. എന്നാൽ തന്റെ സ്വാധീനം ഉപയോഗിച്ച് ആ കേസിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. 2 ദശാബ്ദത്തിലേറെയായി ആൾ ദൈവമായി മാറിയ സൂരജ് പാൽ 1990-കളിൽ ഉത്തർപ്രദേശ് കാസ്ഗഞ്ചിൽ നിന്നും പോലീസ് ജോലി ഉപേക്ഷിച്ച് സ്വയം ഒരു ആൾ ദൈവമായി മാറി. അയാൾ ഗണ്യമായ ഭക്തർകളെ സമ്പാദിച്ചു. കൂടുതലും ദളിത് കുടുംബങ്ങൾ, തൊഴിലാളികൾ, മേശന്മാർ, കർഷക തൊഴിലാളികൾ, മരപ്പണിക്കാർ അല്ലെങ്കിൽ പരവതാനി വിൽപ്പനക്കാർ എന്നീ നിരകളിൽ ജോലി ചെയ്യുന്നവർ. ഇവരെല്ലാം ഭോലെ ബാബയുടെ വർദ്ധിച്ചു വരുന്ന ജനപ്രീതിക്ക് സാക്ഷികളായിരുന്നു. ഭോലെ ബാബയിലേക്ക് തങ്ങളെ ആകർഷിച്ച കാരണമെന്തെന്ന് ചോദിക്കുമ്പോൾ ഇവരുടെ മറുപടി ഇങ്ങനെയാണ്: ബാബ പണമോ പാരിതോഷികങ്ങളോ ഒന്നും വാങ്ങുകയോ ആവശ്യപ്പെടുകയോ ചെയ്യുന്നില്ല. കള്ളം പറയരുതെന്നും മാംസം, മത്സ്യം, മുട്ട, മദ്യം എന്നിവ കഴിക്കരുതെന്നും അദ്ദേഹത്തിന്റെ സത്സംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. സത്സംഗത്തിലേക്ക് തന്റെ സഹോദരി താരാമതിയോടൊപ്പം എത്തിയ ഊർമിള ദേവി പറയുന്നു. വിധവയായ താരാമതിയും പരിക്കേറ്റവരിൽ ഉൾപ്പെടുന്നു. 2 സഹോദരിമാരും മധുര സ്വദേശികളാണ്. ഭോലെ ബാബ അഭിസംബോധന ചെയ്യുന്ന സത്സംഗത്തിൽ ഇത് 4ാം തവണയാണ് താരാമതി പങ്കെടുക്കുന്നത്. ഇത്തവണ അവർ സഹോദരിയോട് ചേരാൻ ആവശ്യപ്പെട്ടിരുന്നു. ഈ 2 സഹോദരിമാരെ പോലെ 40-70 വയസ്സ് പ്രായമുള്ള സ്ത്രീ ഭക്തരാണ് കൂടുതലും. സത്സംഗം അവസാനിപ്പിക്കുമ്പോൾ ഭോലെ ബാബ പറഞ്ഞു: ആജ് പ്രളയ ആയേഗി ഓർ ഫിർ പ്രളയ ആഗയി. ഇന്ന് ലോകാവസാനമാണ്. അവൻ പറഞ്ഞത് ശരിയാണ്. ആശുപത്രിയിൽ കിടന്ന് താരാമതി പറഞ്ഞു. ഹത്രാസ് ജില്ലയിലെ ഡോങ്കലി ഗ്രാമവാസികളുടെ അഭിപ്രായത്തിൽ ഭോലെ ബാബയ്ക്ക് എല്ലാ ഗ്രാമങ്ങളിലും 10 മുതൽ 12 വരെ സേവാദാർ ഉണ്ട്. അവർ വന്ന് ഗ്രാമത്തിലുള്ളവരെ സത്സംഗത്തെക്കുറിച്ച് അറിയിക്കുകയും കാറുകളിലും ബസ്സുകളിലും വേദിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. ഒരു ഗ്രാമീണൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ അനുയായികളിൽ പലരും കഴുത്തിൽ അദ്ദേഹത്തിന്റെ ഫോട്ടോ പതിച്ച മഞ്ഞ ലോക്കൽ ധരിക്കാറുണ്ട്. ഭോലെ ബാബയുടെ കാലിനടിയിലെ മഞ്ഞ് ശേഖരിക്കാൻ ഭക്തർക്കിടയിലുണ്ടായ തർക്കമാണ് തിക്കിലും തിരക്കിലും പെട്ടതെന്ന് അധികൃതർ പറഞ്ഞു.
ഗ്രാമത്തിൽ നിന്നുള്ള ഓട്ടോറിക്ഷ ഡ്രൈവറായി വിവേക് താക്കൂർ പറയുന്നു, ബാബയുടെ കാലിനടിയിലെ മണ്ണ് നിങ്ങളുടെ ശരീരത്തിലോ തലയിലോ പുരട്ടിയാൽ അത് എല്ലാ അസുഖങ്ങളും സുഖപ്പെടുത്തുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. ഇപ്പോൾ നടന്ന സത്സംഗത്തിൽ 100-ലധികം രോഗം പിടിപെട്ട ആളുകളുടെ രോഗം ബാബ സുഖപ്പെടുത്തി ഒരു ഗ്രാമീണൻ അവകാശപ്പെടുന്നു. അടുത്ത ജന്മത്തിൽ അവർക്ക് മെച്ചപ്പെട്ട ജീവിതം സമ്മാനിക്കുന്നതിനായി നല്ല പ്രവൃത്തികൾ ചെയ്യാൻ അദ്ദേഹം അനുയായികളോട് ആവശ്യപ്പെടും. നാം നന്മയുടെ പാത പിന്തുടരുകയാണെങ്കിൽ നമ്മുടെ അടുത്ത ജന്മത്തിൽ മെച്ചപ്പെട്ട സാഹചര്യങ്ങളിലേക്ക് ജനിക്കുമെന്ന് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു. സിക്കന്ദർ റാവുവിലെ ദാമോദ്പുരിയിലെ ചില സ്ത്രീകൾ പറഞ്ഞു. 2001 ഞാൻ വിവാഹിതനായപ്പോൾ അദ്ദേഹം അത്ര പ്രശസ്തനായിരുന്നില്ല. എന്നാൽ കാലക്രമേണ അദ്ദേഹത്തിൻ്റെ ജനപ്രീതി വർദ്ധിച്ചു. 7-ൽ കൂടുതൽ തവണ അദ്ദേഹത്തിൻ്റെ സത്സംഗങ്ങളിൽ പങ്കെടുത്താൽ നിങ്ങൾക്ക് സേവാധരനാവാം. ഈ സേവകർക്ക് ഒരു പ്രത്യേക വസ്ത്രമുണ്ട്. സ്ത്രീകൾ പിങ്ക് നിറത്തിലുള്ള സാരിയും പുരുഷന്മാർ പിങ്ക് നിറത്തിലുള്ള യൂണിഫോമുകളാണ് ധരിക്കുന്നത്, മറ്റൊരു ഭക്തൻ പറഞ്ഞു. സൂരജ് പാലും ഭാര്യയും മറ്റു 4 പേർക്കും, ഇവരിൽ 2 സ്ത്രീകൾ ഉൾപ്പെടെ 6 പേർക്കെതിരെ ഷാങ്കജ് പോലീസ് സ്റ്റേഷനിൽ IPC സെക്ഷൻ 109 പ്രേരണ കുറ്റപ്രകാരം കേസെടുത്തു. ഡ്രഗ്സ് ആൻഡ് മാജിക് റെമഡീസ് നിയമത്തിനും വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ആഗ്ര ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ സൂരജ് കുമാർ റായ് അറസ്റ്റുകൾ സ്ഥിരീകരിച്ചു. കേസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പിന്നീട് പുതിയ തെളിവുകൾ ലഭിച്ചതിനെ തുടർന്ന് കൂടുതൽ അന്വേഷണം നടത്തി. തുടരന്വേഷണത്തിനിടെ ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കേസിൽ ക്ലോഷർ റിപ്പോർട്ട് സമർപ്പിച്ചു, റായ് പറഞ്ഞു.